കണ്ണൂർ പട്ടുവം പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം ഭൂരഹിത ഭവനരഹിതർക്ക് അനുവദിച്ച ഫ്ളാറ്റ് കൈമാറുന്നില്ല എന്ന് പരാതി. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തോളമായെങ്കിലും ഫ്ളാറ്റ് ലഭിച്ച 36ഓളം കുടുംബങ്ങൾ ഇപ്പോഴും വാടകയ്ക്ക് കഴിയുകയാണ്. ലൈഫിൽ വിശ്വാസമർപ്പിച്ച് പട്ടുവം പഞ്ചായത്തിൽ മാത്രം കാത്തിരുന്നത് 17ഓളം കുടുംബങ്ങളാണ്. വർഷങ്ങൾ നീണ്ട വാടകവാസത്തിന് അവസാനമാകുമെന്ന് കരുതി കാത്തിരുന്നവർക്ക് മുന്നിൽ ഫ്ളാറ്റുകളുടെ വാതിലുകൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. 60 വയസ്സുള്ള ചന്ദ്രിക ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ ഫ്ളാറ്റ് കൊടുക്കാമെന്ന് അധികൃതർ പറഞ്ഞതാണ്. പിന്നീട് സംഭവിച്ചത് ചേച്ചി തന്നെ പറയും. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നെ അവർ നാളെ തരാം മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല. പൈസ ഇന്ന് തന്നെ അടച്ചാൽ നാളെ തന്നെ താക്കോല് തരാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ പൈസ അടച്ചത്. 50,000 രൂപ അടച്ചു. എന്നിട്ട് ഇപ്പം പറയുമ്പോൾ ഇവർ പറഞ്ഞു ബ്ലോക്കിൽ നിന്നാണ് തരേണ്ടത് താക്കോൽ, അവർ നമ്പർ ഇട്ട് തന്നില്ല എന്നല്ല പറയുന്നത്. ഇതുവരെ തന്നില്ല. എനിക്ക് 2 പെൺപിള്ളേരാണ്, ഭർത്താവും ഇല്ല. ഒരു പൊളിഞ്ഞ വീട്ടിൽ വാടക വിൽക്കുകയും ചെയ്യുന്നു. 2024 ഫെബ്രുവരി 23 അന്നത്തെ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്ത ഫ്ളാറ്റിൻ്റെ ഒരു ശിലാഫലകമാണ് ഇത്. ഈ ശിലാഫലകമൊക്കെ ഇപ്പോൾ കാട് കയറി നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് അകത്തേക്ക് പോയാൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ വാതിൽ കൂടി വേണം ഏതാണ്ട് 6ഓളം കുടുംബങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. ഇതിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. പല ഇതും പഴകി അടന്നു പോകാൻ പോകുന്ന ജനൽ വരെയുണ്ട്. ഇതിന് വല്ലാത്തൊരവസ്ഥയാണ്. റൂമെല്ലാം വളരെ ചെറിയ റൂമാണ്. ആയിക്കോട്ടെ, പക്ഷേ ഇത് സ്വീകരിക്കാൻ നമ്മളെ പോലെയുള്ളവർ തയ്യാറാണ്. കാരണം വെച്ചാൽ നമ്മളെ അവസ്ഥ വളരെ ദയനീയമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം പാവങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് MLA ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. കുറേ ചോദിച്ചു, ഇനി ചോദിക്കാനൊന്നും ബാക്കിയില്ല. എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും വിളിക്കലെല്ലാം ഉണ്ട്. മിഞ്ഞാന്നേരം പോരാമോ എന്നിട്ട് ഇതന്നെ പറയുന്നത്. 3-4 വർഷത്തോളം ഇതിൻ്റെ വേഗം നടക്കുന്നത്. അപ്പോൾ 6 മാസം മുമ്പ് ഞങ്ങളോട് പറഞ്ഞു 50,000 രൂപ തരണോ. അങ്ങനെ ഇങ്ങനെ കടലും വാങ്ങിയിട്ടാണ് ഞങ്ങൾ സ്വർണ്ണം പണയം വെച്ചിട്ടെല്ലാം അത് കൊടുത്തത്. ഇപ്പോൾ പഞ്ചായത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഒരു ഉത്തരവും ഇതിന് തരാൻ പറ്റുന്നില്ല. 7,300 രൂപ കൊടുത്ത് വാടക വീട്ടിൽ നിൽക്കുന്നു. ഒരുപാട് വേക്കിൽ നടന്നു. ഇതിന് പഞ്ചായത്തിൽ കയറി കുറേ പ്രാവശ്യം ഇറങ്ങും നമ്മൾ. ഇതുവരെ ഒന്നുമില്ല. ഈ മാസം അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടാ നമ്മൾ. ലൈഫ് പദ്ധതിയിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരുന്നവർക്ക് മുന്നിൽ ഈ ഫ്ളാറ്റുകളുടെ വാതിലുകൾ തുറന്നു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ശ്രീനി ആലക്കോട്, ദൂരദർശൻ ന്യൂസ്, കണ്ണൂർ.